എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് KCRDB അസിസ്റ്റൻ്റ് എക്സാമിനെ മുൻനിർത്തി കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. KCRDB അസിസ്റ്റൻ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട സിലബസ് മനസ്സിലായി കാണും. സിലബസ് 3 ടോപ്പിക് വൈസ് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടോപ്പിക് വൈസ് പാർട്ടെന്ന് പറഞ്ഞാൽ കോപ്പറേഷൻ ബേസ്ഡ് സബ്ജക്റ്റിൽ നിന്നും 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് ടോപ്പിക് വൈസ് പാർട്ടെന്ന് പറഞ്ഞാൽ ഫിനാൻസ് ബേസ്ഡ് സബ്ജക്റ്റിൽ നിന്നും 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. തേർഡ് ടോപ്പിക് വൈസ് പാർട്ടെന്ന് പറഞ്ഞാൽ IT ആൻഡ് സൈബർ ലോയിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ സെക്കൻഡ് ടോപ്പിക് വൈസ് പാർട്ടായിട്ടുള്ള ഫിനാൻസ് ബേസ്ഡ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് PSC പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് PSC 2016 ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റിയിലെ അക്കൗണ്ട്സ് മാനേജറുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് കീപ്പിംഗ് പെറ്റി ക്യാഷ് ഈസ് നോൺ ആസ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻസ് ഇംപ്രസ്ഡ് സിസ്റ്റം, സെക്കൻഡ് ഓപ്ഷൻ ക്യാഷ് സിസ്റ്റം, തേർഡ് ഓപ്ഷൻ മെർക്കൻറ്റൈൽ സിസ്റ്റം, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പെറ്റി ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ബെസ്റ്റ് മെത്തേഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. ഇംപ്രസ്ഡ് സിസ്റ്റം ഓർ ക്യാഷ് ഫ്ലോട്ട് ആണ്. യെസ്, നമ്മൾ പെറ്റി ക്യാഷിനെ കുറിച്ചും പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗുഡ്സ് ടേക്കൺ ബൈ ദി പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു വിച്ച് അക്കൗണ്ട്? ഫസ്റ്റ് ഓപ്ഷൻ ഡ്രോയിങ്സ് അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ക്യാഷ് അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ പർച്ചേസ് അക്കൗണ്ട്. ഡ്രോയിങ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡ്രോയിങ്സുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രി നോക്കാം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ, ഡ്രോയിങ്സ് യെസ് ഡെബിറ്റഡ് ഡ്രോയിങ്സ് ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ഏതാണ്? ക്രെഡിറ്റഡ് ആണ്. ഏതാണ് വിഡ്രോ ചെയ്തിട്ടുള്ള? ഗുഡ്സ് ആണ്. അപ്പോൾ ഗുഡ്സ് ആകുന്ന നേരത്ത് ഗുഡ്സ് അക്കൗണ്ടില്ല, പകരം എന്താണ് വരുന്നത്? ഗുഡ്സ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റഡ് ടു ഏതാണ് ആൻസർ? രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ D ആണ് ആൻസർ. പർച്ചേസ് അക്കൗണ്ടാണ്. ഗുഡ്സ് ടേക്കൺ ബൈ ദി പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു വിച്ച് അക്കൗണ്ട്? പർച്ചേസ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ പല ആവർത്തി ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സർപ്ലസ് വിച്ച് ഈസ് നോട്ട് ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ പ്രൊവിഷൻ, സെക്കൻഡ് ഓപ്ഷൻ റിസർവ് ഫണ്ട്, തേർഡ് ഓപ്ഷൻ സീക്രട്ട് റിസർവ്, ഫോർത്ത് ഓപ്ഷൻ ജനറൽ റിസർവ്. എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത സർപ്ലസിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? C ആണ് ആൻസർ. സീക്രട്ട് റിസർവ്, ഹിഡൻ റിസർവ്, ഇൻറ്റേർണൽ റിസർവ് ഓർ ഇന്നർ റിസർവ് എന്നൊക്കെ പറയും. അപ്പോൾ ദ സർപ്ലസ് വിച്ച് ഈസ് നോട്ട് ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് ഈസ് നോൺ ആസ് സീക്രട്ട് റിസർവ് ആണ് ആൻസർ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ C. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദി ഡ്രോയി ഓൺ അക്സെപ്റ്റിംഗ് എ ബിൽ marks on it the place of payment, it is called dash. First option acceptance of bill, second option domicile of bill, third option conditional acceptance, ഫോർത്ത് ഓപ്ഷൻ ലോക്കൽ അക്സെപ്റ്റൻസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡ്രോയി അക്സെപ്റ്റിംഗ് എ ബില്ല് ഡ്രോയി അക്സെപ്റ്റ് ചെയ്യാൻ നേരത്ത് മാർക്സ് ഓൺ ഇറ്റ് ദി പ്ലേസ് ഓഫ് പേയ്മെൻറ്റ്, അതിനകത്ത് പ്ലേസ് ഓഫ് പേയ്മെൻറ്റ് മാർക്ക് ചെയ്യുന്നു, അതിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? B ആണ് ആൻസർ. ഡൊമിസൈൽ ഓഫ് ബില്ലാണ് ആൻസർ. വെൻ ദി ഡ്രോയി ഓൺ അക്സെപ്റ്റിംഗ് എ ബിൽ മാർക്സ് ഓൺ ഇറ്റ് ദി പ്ലേസ് ഓഫ് പേയ്മെൻറ്റ്, ഇറ്റ് ഈസ് കോൾഡ് ഡൊമിസൈൽ ഓഫ് ബിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, voyage accounts include dash. First option only income and second option only the expenditure incurred, third option both the income and expenditure incurred, fourth option none of this. Voyage account is a nominal account ആണ്. ഷിപ്പിംഗ് കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് voyage account to find out the profit or loss on a particular voyage. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ C ആണ് ആൻസർ. voyage account include both the income and expenditure incurred, കാരണം നോമിനൽ അക്കൗണ്ട് അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേ മിസ്റ്റർ കുമാർ ഓർ ഓർഡർ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ്? ഫസ്റ്റ് ഓപ്ഷൻ സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ്, സെക്കൻഡ് ഓപ്ഷൻ റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ്, തേർഡ് ഓപ്ഷൻ സാൻ റിക്കോർഡ്സ് എൻഡോസ്മെൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഫാക്കുൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എൻഡോസ്മെൻറ്റിൽ
പേ മിസ്റ്റർ കുമാർ ഓർ ഓർഡർ എന്ന് കാണിച്ചാൽ അത് ഏത് ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റിന് എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. സ്പെഷ്യൽ എൻഡോസ്മെൻറ്റിന് എക്സാമ്പിൾ ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റും അതേപോലെ തന്നെ എൻഡോസ്മെൻറ്റും ക്ലോസിങ്ങും മാർക്കിങ്ങും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സിസ്റ്റം വെയർ കൺട്രോൾ അക്കൗണ്ട്സ് ആർ കെപ്റ്റ് ആസ് മെമ്മോറാണ്ടം അക്കൗണ്ട്സ് ആൻഡ് ഡു നോട്ട് ഫ്രം പാർട്ട് ഓഫ് ഡബിൾ എൻട്രി ഈസ് നോൺ ആസ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ മെർക്കൻറ്റൈൽ സിസ്റ്റം, സെക്കൻഡ് ഓപ്ഷൻ സെക്ഷണൽ ബാലൻസിങ്, തേർഡ് ഓപ്ഷൻ സെൽഫ് ബാലൻസിങ്, ഫോർത്ത് ഓപ്ഷൻ സിംഗിൾ എൻട്രി സിസ്റ്റം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അക്കൗണ്ട്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, അത് കെപ്റ്റ് ചെയ്യുന്ന ഒരു മെമ്മോറാണ്ടം അക്കൗണ്ട്സ് ആയിട്ടാണ്. ആൻഡ് ഡു നോട്ട് ഫ്രം പാർട്ട് ഓഫ് ഡബിൾ എൻട്രി ഈസ് നോൺ ആസ്, അത് ഡബിൾ എൻട്രിയുടെ പാർട്ടല്ല, അതിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് ആൻസർ. സെക്ഷണൽ ബാലൻസിങ് ആണ്. ദ സിസ്റ്റം വെയർ കൺട്രോൾ അക്കൗണ്ട്സ് ആർ കെപ്റ്റ് ആസ് മെമ്മോറാണ്ടം അക്കൗണ്ട്സ് ആൻഡ് ഡു നോട്ട് ഫ്രം പാർട്ട് ഓഫ് ഡബിൾ എൻട്രി ഈസ് നോൺ ആസ് സെക്ഷണൽ ബാലൻസിങ്. സെക്ഷണൽ ബാലൻസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലെഡ്ജർ എന്താണ്? സെക്ഷനായിട്ട് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിന്യൂവൽ ഫീ ഫോർ പേറ്റന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ? ഫസ്റ്റ് ഓപ്ഷൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, സെക്കൻഡ് ഓപ്ഷൻ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, തേർഡ് ഓപ്ഷൻ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ, ഫോർത്ത് ഓപ്ഷൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റിന്യൂവൽ ഫീ ഫോർ പേറ്റന്റ് റിന്യൂ ചെയ്യുന്ന ഫീസ് അത് ഏത് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റിന്യൂവൽ, അപ്പോൾ റിന്യൂവൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും, അത് കഴിയുമ്പോൾ വീണ്ടും റിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്? സർ റവന്യൂ ടൈപ്പ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ റിന്യൂവൽ ഫീ ഫോർ പേറ്റന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോള ഓഫ് എക്സ്ചേഞ്ച് അപ്പിയറിംഗ് ഓൺ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മീൻസ് ദാറ്റ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ബിൽ ഡ്രോൺ ഇൻ എ സെറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ഫോറിൻ ബിൽസ് ഹാവിംഗ് നോ ഡോക്യുമെന്റ് അറ്റാച്ച്ഡ്, തേർഡ് ഓപ്ഷൻ ബിൽസ് ഹാവ് നോട്ട് ബീൻ ഡ്രോൺ ഇൻ എ സെറ്റ്, ഫോർത്ത് ഓപ്ഷൻ ബിൽസ് ഹാവിംഗ് സർട്ടൺ ഡോക്യുമെന്റ്സ് അറ്റാച്ച്ഡ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ സോള ഓഫ് എക്സ്ചേഞ്ച് അപ്പിയർ ചെയ്താൽ അത് എന്താണ് മെൻഷൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. ബിൽസ് ഹാവ് നോട്ട് ബീൻ ഡ്രോൺ ഇൻ എ സെറ്റ്. ബില്ല് സെറ്റായിട്ട് ഡ്രോൺ ചെയ്യില്ല എന്നാണ് ഈ സോള ഓഫ് എക്സ്ചേഞ്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അപ്പിയർ ചെയ്താൽ അത് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. ബിൽസ് ഹാവ് നോട്ട് ബീൻ ഡ്രോൺ ഇൻ എ സെറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In which method of pricing stock is valued at current selling price less estimated profit margin and less the estimated cost of disposal? First option specific price method, second option average price method, third option standard price method, fourth option adjusted selling price method. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് പ്രൈസിങ് മെത്തേഡിലാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്? എങ്ങനെ വാല്യൂ ചെയ്യുന്നത്? കറൻറ്റ് സെല്ലിംഗ് പ്രൈസിൽ നിന്നും എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് മാർജിൻ കുറച്ച് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ കുറച്ച് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഏത് പ്രൈസിങ് മെത്തേഡിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏത് പ്രൈസിങ് മെത്തേഡിലാണ്? പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡിലാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ സെയിൽ ഓഫ് എ ട്രേഡർ ഡ്യൂറിങ് ഗിവൺ പീരീഡ് ഈസ് നോൺ ആസ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ടേൺ ഓവർ, സെക്കൻഡ് ഓപ്ഷൻ ഔട്ട്പുട്ട്, തേർഡ് ഓപ്ഷൻ റവന്യൂ, ഫോർത്ത് ഓപ്ഷൻ ഇൻകം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ഗിവൺ പീരീഡിലെ ഒരു ട്രേഡറിൻ്റെ ടോട്ടൽ സെയിലിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. ടേൺ ഓവർ ആണ് ആൻസർ. ദ ടോട്ടൽ സെയിൽ ഓഫ് എ ട്രേഡർ ഡ്യൂറിങ് ഗിവൺ പീരീഡ് ഈസ് നോൺ ആസ് ടേൺ ഓവർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സസ് ഓഫ് പർച്ചേസ് പ്രൈസ് ഓവർ സെല്ലിംഗ് പ്രൈസ് ഇസ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ഗ്രോസ് പ്രോഫിറ്റ്, സെക്കൻഡ് ഓപ്ഷൻ നെറ്റ് പ്രോഫിറ്റ്, തേർഡ് ഓപ്ഷൻ ഗ്രോസ് ലോസ്, ഫോർത്ത് ഓപ്ഷൻ നെറ്റ് ലോസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെല്ലിംഗ് പ്രൈസിനെ അപേക്ഷിച്ച് പർച്ചേസ് പ്രൈസാണ് കൂടുതലെങ്കിൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സെല്ലിംഗ് പ്രൈസും പർച്ചേസ് പ്രൈസും വരുന്നത് എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ആയിരിക്കും ആൻസർ. അപ്പോൾ ഓപ്ഷനിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടെ നോക്കാം. എക്സസ് ഓഫ് പർച്ചേസ് പ്രൈസ് ഓവർ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിനെ അപേക്ഷിച്ച് പർച്ചേസ് പ്രൈസാണ് കൂടുതലെങ്കിൽ എന്തായിരിക്കും? ഗ്രോസ് ലോസ് ആയിരിക്കും ആൻസർ. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദി ഫേം ക്യാപിറ്റൽ റുപ്പീസ് 10,000, ലയബിലിറ്റീസ് റുപ്പീസ് 2,000, ദെൻ ദി ടോട്ടൽ അസറ്റ് ഓഫ് ദി ഫേം വിൽ ബി ഫസ്റ്റ് ഓപ്ഷൻ റുപ്പീസ് 14,000, സെക്കൻഡ് ഓപ്ഷൻ റുപ്പീസ് 12,000, തേർഡ് ഓപ്ഷൻ റുപ്പീസ് 8,000, ഫോർത്ത് ഓപ്ഷൻ റുപ്പീസ് 22,000. യെസ്, ബാലൻസ് ഷീറ്റ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ? അസറ്റ്
ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ടോട്ടൽ അസറ്റ് ഓഫ് ദി ഫേം കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 ആണ്. 2000 പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 ആണ്. അപ്പോൾ 10,000 2000 കൂടെ കൂടാൻ നേരത്താണ് അസറ്റ് വരുന്നത്. അപ്പോൾ ഇതായിരിക്കും അസറ്റ് ഈസ് ഈക്വൽ ടു 12,000 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ഇഫ് ദി ഫേം ക്യാപിറ്റൽ റുപ്പീസ് 10,000, ലയബിലിറ്റീസ് റുപ്പീസ് 2,000, ദെൻ ദി ടോട്ടൽ അസറ്റ് ഓഫ് ദി ഫേം വിൽ ബി എത്രയായിരിക്കും? ആൻസർ ബി ആണ്. ആൻസർ റുപ്പീസ് 12,000 ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രിലിമിനറി എക്സ്പെൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് അസറ്റ്? ഫസ്റ്റ് ഓപ്ഷൻ കറൻറ്റ് അസറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ഫിക്സഡ് അസറ്റ്, തേർഡ് ഓപ്ഷൻ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഫിക്റ്റീഷ്യസ് അസറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് അസറ്റിന് എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്. പല ആവർത്തി നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്. പ്രിലിമിനറി എക്സ്പെൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻകം ടാക്സ് പെയ്ഡ് ബൈ എ സോൾ പ്രൊപ്പറേറ്റർ on his business income should be dash. First option debited to trading account, second option debited to profit and loss account, third option deducted from capital in balance sheet, fourth option deducted from cash account in balance sheet. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻകം ടാക്സ് പേ ചെയ്തു ആര്? സോൾ പ്രൊപ്പറേറ്റർ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇൻകത്തിൽ നിന്നും. അതുമായിട്ട് ബന്ധപ്പെട്ട എഫക്റ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇൻകം ടാക്സ് സോൾ പ്രൊപ്പറേറ്റർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇൻകത്തിൽ നിന്നും പേ ചെയ്താൽ ഇറ്റ്സ് എ കൺസിഡേർഡ് ആസ് എ ഡ്രോയിങ്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഏതാണ് ആൻസർ? 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ ഡിഡക്റ്റ് ഫ്രം ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ്. ഇൻകം ടാക്സ് പെയ്ഡ് ബൈ എ സോൾ പ്രൊപ്പറേറ്റർ ഓൺ ഹിസ് ബിസിനസ് income should be deducted from capital in balance sheet. 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. when goods are returned to the supplier, which document sent to him? First option debit note, second option credit note, third option columnar journal, ഫോർത്ത് ഓപ്ഷൻ ബോത്ത് ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഗുഡ്സ് സപ്ലയറിന് തിരികെ കൊടുത്താൽ ഏത് ഡോക്യുമെൻ്റാണ് അദ്ദേഹത്തിന് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്, എന്താണ് സപ്ലയറുടെ കയ്യിൽ നിന്നും ഗുഡ്സ് വാങ്ങിച്ച ശേഷം ഏതെങ്കിലും റീസൺ മൂലം അദ്ദേഹത്തിന് തിരികെ കൊടുത്താൽ പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് ചെയ്ത് തിരികെ കൊടുക്കാൻ നേരത്ത് പർച്ചേസ് റിട്ടേൺ ആണ്. ആ പർച്ചേസ് റിട്ടേണിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് ആൻസർ? ഡെബിറ്റ് നോട്ടാണ് ആൻസർ. അപ്പോൾ എ ആണ് ആൻസർ. വെൻ ഗുഡ്സ് ആർ റിട്ടേൺഡ് ടു ദി സപ്ലയർ വിച്ച് ഡോക്യുമെൻ്റ് സെൻഡ് ടു ഹിം, ഡെബിറ്റ് നോട്ടാണ് അദ്ദേഹത്തിന് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് റുപ്പീസ് 4,000, കോസ്റ്റ് ഓഫ് പർച്ചേസ് റുപ്പീസ് 14,000 ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റുപ്പീസ് 12,000, ഫൈൻഡ് ദി വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഫസ്റ്റ് ഓപ്ഷൻ റുപ്പീസ് 6,000, സെക്കൻഡ് ഓപ്ഷൻ റുപ്പീസ് 13,000, തേർഡ് ഓപ്ഷൻ റുപ്പീസ് 22,000, ഫോർത്ത് ഓപ്ഷൻ റുപ്പീസ് 8,000. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂവും കോസ്റ്റ് ഓഫ് പർച്ചേസിൻ്റെ വാല്യൂവും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രോബ്ലമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്നതിനുള്ള അക്കൗണ്ട് ഇക്വേഷൻ എഴുതി അപ്ലൈ ചെയ്താൽ മതി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 12,000 ആണ്. അപ്പോൾ 12,000 ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് റുപ്പീസ് 4,000 ആണ്. 4,000 പ്ലസ് പർച്ചേസ് ആണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ റുപ്പീസ് 14,000 ആണ്. 14,000. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ല, അപ്പം മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു അപ്പം 4,000 14,000 കൂട്ടിയ ശേഷം എത്രയാണ്? 4,000 14,000 കൂട്ടാൻ നേരത്ത് എത്ര വരും? 18,000 വരും. 18,000 12,000 അപ്പുറത്തേക്ക് കൊണ്ട് മൈനസ് 12,000. അപ്പോൾ 18,000 നിന്ന് 12,000 കുറച്ച് എത്ര വരും? ആൻസർ 6,000 വരും. അപ്പം ഫൈൻഡ് ദി വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു റുപ്പീസ് 6,000 ആണ്. ആൻസർ എ ആണ് ആൻസർ. അപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്, റുപ്പീസ് 6,000 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
ഡിപ്ലീഷൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് യൂസ്ഡ് ഇൻ ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ലൂസ് ടൂൾസ്, സെക്കൻഡ് ഓപ്ഷൻ മൈൻസ്, തേർഡ് ഓപ്ഷൻ മിഷനറി, ഫോർത്ത് ഓപ്ഷൻ പേറ്റൻറ്റ് റൈറ്റ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡിപ്ലീഷൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ യൂസ് ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏത് ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഡിപ്ലീഷൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് യൂസ്ഡ് ഇൻ ബി ആണ് ആൻസർ, മൈൻസ് ആണ്. നമ്മൾ പല ആവർത്തി പറഞ്ഞു പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 19ാമത്തെ ക്വസ്റ്റ്യൻ. ലെഗസീസ് ആർ ജനറലി. ലെഗസീസ് എന്ന് പറഞ്ഞാൽ ജനറലി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ക്യാപിറ്റലൈസ്ഡ് ആൻഡ് ടേക്കൺ ഇൻ ബാലൻസ് ഷീറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ട്രീറ്റഡ് ആസ് ഇൻകം ആൻഡ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ട്രീറ്റഡ് ആസ് എ എക്സ്പെൻസ് ആൻഡ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ ട്രീറ്റഡ് ആസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ലെഗസീസ് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മൂലം അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി സ്ഥാപനത്തിന് കിട്ടുന്നതാണ് ലെഗസീസ് ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ലെഗസീസ് ആർ ജനറലി ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റലൈസ്ഡ് ആൻഡ് ടേക്കൺ ഇൻ ബാലൻസ് ഷീറ്റ് ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ലെഗസീസ് ആർ ജനറലി ക്യാപിറ്റലൈസ്ഡ് ആൻഡ് ടേക്കൺ ഇൻ ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് കംസ് അണ്ടർ ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ റിയൽ അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ നോമിനൽ അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ പേഴ്സണൽ അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് കംസ് അണ്ടർ ആൻസർ സി ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി കേസ് ഓഫ് എ റിട്ടയറിംഗ് ഓഫ് ബിൽ, വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ഇൻ ദി അക്കൗണ്ട്സ് ഓഫ് എ ഡ്രോവർ? ഫസ്റ്റ് ഓപ്ഷൻ ഇൻട്രസ്റ്റ് അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ഡിസ്കൗണ്ട് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ഡെഫിഷ്യൻസി അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ റിബേറ്റ് അക്കൗണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻ ദി കേസ് ഓഫ് എ റിട്ടയറിംഗ് ഓഫ് ബില്ല് റിട്ടയർ ചെയ്യുന്ന സമയത്ത് വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ഇൻ ദി അക്കൗണ്ട്സ് ഓഫ് എ ഡ്രോവർ? ഡ്രോവറുടെ അക്കൗണ്ട്സിൽ ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്, 21ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ, റിബേറ്റ് അക്കൗണ്ടാണ്. എന്താണ് കാരണം? റിട്ടയറിംഗ് ഓഫ് ബില്ല് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഡ്രോവറിനെ സംബന്ധിച്ച് എന്താണ് ഒരു റിബേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ റിബേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ആണ്. അപ്പോൾ എക്സ്പെൻസസ് എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെ ജേണൽ എൻട്രി വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, റിബേറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. അപ്പോൾ എന്താണ്? ഡെബിറ്റിന് ഏതാണ്? റിബേറ്റ് അക്കൗണ്ടാണ് ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് വെൻ ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസസ്, സെക്കൻഡ് ഓപ്ഷൻ പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസസ്, തേർഡ് ഓപ്ഷൻ പ്രൊഡക്ഷൻ വോളിയം റിമെയിൻ കോൺസ്റ്റൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് വെൻ പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ്? ഫിക്സ്ഡ് ആയിരിക്കും. സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിപ്രിസിയേഷൻ. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് വെൻ പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ വാസ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് എറർ? ഫസ്റ്റ് ഓപ്ഷൻ എറർ ഓഫ് ഒമിഷൻ, സെക്കൻഡ് ഓപ്ഷൻ എറർ ഓഫ് കമ്മീഷൻ, തേർഡ് ഓപ്ഷൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ, ഫോർത്ത് ഓപ്ഷൻ കോമ്പൻസേറ്റിംഗ് എറർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ വാങ്ങിച്ചത് വാസ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇത് ഏത് ടൈപ്പ് ഓഫ് എററിന് എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. വാസ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റവന്യൂ ടൈപ്പ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ ടൈപ്പ് എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്തു. ഇത് എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് എറർ? ഇസ് ആൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അറിയാത്തത് മൂലം സംഭവിക്കുന്ന ഒരു എററാണ്. അപ്പോൾ 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ സി ആണ് ആൻസർ, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ വാസ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് വിച്ച് ആർ നോട്ട് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ് ആർ നോൺ ആസ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ റവന്യൂ റിസർവ്,
സെക്കൻഡ് ഓപ്ഷൻ ക്യാപിറ്റൽ റിസർവ്, തേർഡ് ഓപ്ഷൻ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്, ഫോർത്ത് ഓപ്ഷൻ ജനറൽ റിസർവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ അവൈലബിൾ അല്ലാത്ത റിസർവ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. CACB എക്സാമിനും PSC പ്രീവിയസ് എക്സാമിനൊക്കെ പല ആവർത്തി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിസർവ് വിച്ച് ആർ നോട്ട് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ് ആർ നോൺ ആസ്. ആൻസർ ഏതാണ്? 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ്. ആൻസർ ക്യാപിറ്റൽ റിസർവ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ. എ പ്രോമിസറി നോട്ട്സ് ഡ്രോൺ ബൈ ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ഡെപ്റ്റർ, സെക്കൻഡ് ഓപ്ഷൻ ക്രെഡിറ്റർ, തേർഡ് ഓപ്ഷൻ ബോത്ത് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ, ഫോർത്ത് ഓപ്ഷൻ ബാങ്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പ്രോമിസറി നോട്ട്സ് ഡ്രോൺ ബൈ, ആരാണ് പ്രോമിസറി നോട്ട്സ് എഴുതി തയ്യാറാക്കുന്നത്? ആരാണോ പണം കൊടുക്കാനുള്ള വ്യക്തി? ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഡെപ്റ്റർ. 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ A ആണ് ആൻസർ. എ പ്രോമിസറി നോട്ട്സ് ഡ്രോൺ ബൈ എ ഡെപ്റ്റർ ആണ്. ഐ പ്രോമിസ് ടു പേ എന്ന് പറഞ്ഞാണ് എഴുതി തയ്യാറാക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അക്കൗണ്ട് ഓപ്പൺഡ് അറ്റ് ദി ബാക്ക് ഓഫ് ദി ലെഡ്ജർ ടു മേക്ക് ഇറ്റ്സെൽഫ് ബാലൻസിങ് ഈസ് നോൺ ആസ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ സസ്പെൻസ് അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ക്യാഷ് അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ ട്രയൽ ബാലൻസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇറ്റ്സെൽഫ് ബാലൻസിങ്, സ്വന്തമായി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ലെഡ്ജറിൻ്റെ ബാക്കിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിന് പറയുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻ അക്കൗണ്ട് ഓപ്പൺഡ് അറ്റ് ദി ബാക്ക് ഓഫ് ദി ലെഡ്ജർ ടു മേക്ക് ഇറ്റ്സെൽഫ് ബാലൻസിങ് ഈസ് നോൺ ആസ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ് ആൻസർ. അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെഡ്ജർ വിച്ച് കണ്ടെയ്ൻസ് ആൻ അക്കൗണ്ട് ഫോർ ഈച്ച് ക്ലാസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഷോ റിസീപ്റ്റ്സ് issue and stock in hand is known as dash. First option cost ledger proper, second option job ledger, third option stock ledger, ഫോർത്ത് ഓപ്ഷൻ സ്റ്റോർ ലെഡ്ജർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഈച്ച് ക്ലാസ് ഓഫ് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റിസീപ്റ്റ്സും ഇഷ്യൂം സ്റ്റോക്ക് ഇൻ ഹാൻഡും കാണിക്കുന്നതിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലെഡ്ജർ അക്കൗണ്ടിന് പറയുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 27ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ D ആണ് ആൻസർ. സ്റ്റോർ ലെഡ്ജർ ആണ്. The ledger which contains an account for each class of material and show receipts, issue and stock in hand is known as store ledger ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A stale check means dash. First option check payable to bearer, second option check that has not been crossed, third option check circulated for more than 3 months, fourth option check bears date later than the current date on which they are drawn. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സ്റ്റേൽ ചെക്ക്, കാലഹരണപ്പെട്ട ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 28ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? പല ആവർത്തി നമ്മൾ കേട്ടുപരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെക്ക് സർക്കുലേറ്റഡ് ഫോർ മോർ ദാൻ 3 months ആണ് സ്റ്റേൽ ചെക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ 28ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ C ആണ് ആൻസർ. സ്റ്റേൽ ചെക്ക് മീൻസ് ചെക്ക് സർക്കുലേറ്റഡ് ഫോർ മോർ ദാൻ 3 months ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് കൺസിഡേഴ്സ് ദ റേഷ്യോ ദാറ്റ് വർക്ക് ഡൺ BS to time taken. First option time rate system, second option piece rate system, third option efficiency pay system, fourth option bonus system. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റിലാണ് വർക്ക് ഡൺ ചെയ്യുന്നത് ടൈമുമായിട്ട് ബന്ധപ്പെടുത്തി റേഷ്യോയുടെ അനുപാതത്തിൽ വേജ് പേയ്മെൻറ്റ് നടത്തുന്നത്? യെസ്, 29ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? D ആണ് ആൻസർ. ബോണസ് സിസ്റ്റത്തിലാണ്. ദ ബോണസ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് കൺസിഡേഴ്സ് ദ റേഷ്യോ ദാറ്റ് വർക്ക് ഡൺ ബേസ് ടു ടൈം ടേക്കൺ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ടെസ്റ്റ് ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് നോൺ ആസ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ട്രയൽ ബാലൻസ്, സെക്കൻഡ് ഓപ്ഷൻ ബാലൻസ് ഷീറ്റ്, തേർഡ് ഓപ്ഷൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 30ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ആൻസർ A ആണ്. ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ആണ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ടു ടെസ്റ്റ് ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓണർഷിപ്പ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് കോൾഡ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ പ്രോപ്പർട്ടി അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ക്യാപിറ്റൽ അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ റിയൽ അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ അസറ്റ് അക്കൗണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മണിയിൽ ഓണർഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നതിന് പറയുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 31ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? B ആണ് ആൻസർ. ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓണർഷിപ്പ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് കോൾഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രൊഡക്റ്റ് വാസ് സോൾഡ് ഫോർ ₹448 at a profit of 12%. What is the cost? First option ₹502, second option ₹448, third option ₹400,
ഫോർത്ത് ഓപ്ഷൻ റുപ്പീസ് 394. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എ പ്രൊഡക്റ്റ് വാസ് സോൾഡ് ഫോർ റുപ്പീസ് 448 അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 12%. വാട്ട് ഈസ് ദി കോസ്റ്റ്? ഏതൊരു സംഖ്യയുടെ 12% ആണ് 448. അങ്ങനെയെങ്കിൽ ആ സംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. x into 12%, that means 100 plus 12 divided by 100 is equal to 448. അടുത്ത x is equal to 448 100 കൂടെ ഇൻറ്റു ചെയ്യണം. 448 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 112. 112ഉം 448ഉം വെട്ടിപ്പോകും. അപ്പോൾ 4 വരും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 100 400. അപ്പോൾ ആൻസർ ഏത് വരും? ഫസ്റ്റ് ഓപ്ഷൻ റുപ്പീസ് 502, സെക്കൻഡ് ഓപ്ഷൻ റുപ്പീസ് 448, തേർഡ് ഓപ്ഷൻ റുപ്പീസ് 400. 32ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ റുപ്പീസ് 400 ആണ്. എ പ്രൊഡക്റ്റ് വാസ് സോൾഡ് ഫോർ റുപ്പീസ് 448 അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 12%. വാട്ട് ഈസ് ദി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റുപ്പീസ് 400 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ക്യാപിറ്റൽ റിസർവ്, സെക്കൻഡ് ഓപ്ഷൻ റിസർവ് ക്യാപിറ്റൽ, തേർഡ് ഓപ്ഷൻ ജനറൽ റിസർവ്, ഫോർത്ത് ഓപ്ഷൻ സ്പെസിഫിക് റിസർവ്. ഏതാണ് ആൻസർ? പല ആവർത്തി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു, ആൻസർ എ ആണ്. ആൻസർ ക്യാപിറ്റൽ റിസർവിലേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 34ാമത്തെ ക്വസ്റ്റ്യൻ. ഡിപ്രിസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ഈസ് പ്രൊവൈഡ് ഇൻ കംപ്ലൈൻസ് വിത്ത് ദി അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് ഓഫ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ കൺസിസ്റ്റൻസി, സെക്കൻഡ് ഓപ്ഷൻ അക്രൂവൽ, തേർഡ് ഓപ്ഷൻ കോസ്റ്റ്, ഫോർത്ത് ഓപ്ഷൻ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഏത് അക്കൗണ്ടിങ് കൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഫിക്സഡ് അസറ്റിന് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 34ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഡി ആണ്. ആൻസർ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പല ആവർത്തി അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഐറ്റംസ് ഈസ് റെക്കോർഡഡ് ഇൻ ദി സെയിൽസ് ജേണൽ? ഫസ്റ്റ് ഓപ്ഷൻ ഓൺലി ക്യാഷ് സെയിൽസ്, സെക്കൻഡ് ഓപ്ഷൻ ഓൺലി ക്രെഡിറ്റ് സെയിൽസ്, തേർഡ് ഓപ്ഷൻ ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ഐറ്റംസിൽ ഏതാണ് സെയിൽസ് ജേണൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 35ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ബി ആണ്. ആൻസർ ഓൺലി ക്രെഡിറ്റ് സെയിൽസ് ആണ് സെയിൽസ് ജേണൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ പേഴ്സണൽ അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ റിയൽ അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ നോമിനൽ അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് അക്കൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ, ആൻസർ എ ആണ്. ആൻസർ പേഴ്സണൽ അക്കൗണ്ട് ആണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, പേഴ്സണൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 37ാമത്തെ ക്വസ്റ്റ്യൻ. ക്വിക്ക് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, സെക്കൻഡ് ഓപ്ഷൻ നിയർ മണി റേഷ്യോ, തേർഡ് ഓപ്ഷൻ ലിക്വിഡ് റേഷ്യോ, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ്. ആൻസർ ഏതാണ്? ക്വിക്ക് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ്. മൂന്നും ആൻസറാണ്. അപ്പോൾ ഡി ആണ് ആൻസർ. ഓൾ ഓഫ് ദിസ് ആണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ മെത്തഡ് ഓഫ് കോസ്റ്റിംഗ് ഇൻ വിച്ച് ദി ഫിക്സ്ഡ് കോസ്റ്റ് ആർ ആഡഡ് ഫോർ ഇൻവെൻട്രി വാലുവേഷൻ. ഫസ്റ്റ് ഓപ്ഷൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, സെക്കൻഡ് ഓപ്ഷൻ മാർജിനൽ കോസ്റ്റിംഗ്, തേർഡ് ഓപ്ഷൻ ഡയറക്റ്റ് കോസ്റ്റിംഗ്, ഫോർത്ത് ഓപ്ഷൻ ഡെഫേർഡ് കോസ്റ്റിംഗ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിലാണ് ഇൻവെൻട്രി വാലുവേഷന് വേണ്ടി ഫിക്സഡ് അസറ്റ് ആഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 38ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലാണ് ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ഇൻവെൻട്രി വാലുവേഷന് വേണ്ടി. അപ്പോൾ 38ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ പ്രൈം കോസ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ പ്രൊഡക്ഷൻ കോസ്റ്റ്, തേർഡ് ഓപ്ഷൻ വേരിയബിൾ കോസ്റ്റ്, ഫോർത്ത് ഓപ്ഷൻ ഫാക്ടറി കോസ്റ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഏത് കോസ്റ്റിൻ്റെ പാർട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 39ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ ഫാക്ടറി കോസ്റ്റിൻ്റെ പാർട്ടാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫാക്ടറി കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 40ാമത്തെ ക്വസ്റ്റ്യൻ. BEP ഈസ് എ വർക്ക്ഡ് അറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് PV റേഷ്യോ, സെക്കൻഡ് ഓപ്ഷൻ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് പ്രൈസ്, തേർഡ് ഓപ്ഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. 40ാമത്തെ ക്വസ്റ്റ്യൻ BEP എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് വർക്ക്ഡ് അറ്റ്. BEP എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. 40ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. നമുക്ക് BEP-നെ കുറിച്ചും PV റേഷ്യോനെ കുറിച്ചും കോൺട്രിബ്യൂഷനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ 40ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. മനസ്സിലാക്കുക. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഈസ് എ ഡാഷ്.
ഫസ്റ്റ് ഓപ്ഷൻ പ്രൊഡക്ഷൻ കോസ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ പ്രീ പ്രൊഡക്ഷൻ കോസ്റ്റ്, തേർഡ് ഓപ്ഷൻ വേരിയബിൾ കോസ്റ്റ്, ഫോർത്ത് ഓപ്ഷൻ വർക്ക്സ് കോസ്റ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് കോസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 41ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ പ്രീ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഈസ് എ പ്രീ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് റിഡക്ഷൻ ഈസ് അച്ചീവ്ഡ് ത്രൂ ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ വാല്യൂ അനാലിസിസ്, സെക്കൻഡ് ഓപ്ഷൻ ഇൻവെൻറ്ററി കൺട്രോൾ, തേർഡ് ഓപ്ഷൻ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോസ്റ്റ് റിഡക്ഷൻ അച്ചീവ് ചെയ്യുന്ന ഇതിൽ കൂടി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ വാല്യൂ അനാലിസിസ് കറക്റ്റാണ്, സെക്കൻഡ് ഓപ്ഷൻ ഇൻവെൻറ്ററി കൺട്രോൾ കറക്റ്റാണ്, തേർഡ് ഓപ്ഷൻ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ കറക്റ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. ആൻസർ ഓൾ ഓഫ് ദിസ്. 42ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 43ാമത്തെ ക്വസ്റ്റ്യൻ. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓപ്ഷൻ സെയിൽസ്, സെക്കൻഡ് ഓപ്ഷൻ വേരിയബിൾ കോസ്റ്റ്, തേർഡ് ഓപ്ഷൻ ഫിക്സഡ് കോസ്റ്റ്, ഫോർത്ത് ഓപ്ഷൻ പ്രോഫിറ്റ്. ഏതാണ് ആൻസർ? 43ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ പ്രോഫിറ്റ് ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓഡിറ്റർ ഓഫ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ്, സെക്കൻഡ് ഓപ്ഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, തേർഡ് ഓപ്ഷൻ ഷെയർ ഹോൾഡേഴ്സ്, ഫോർത്ത് ഓപ്ഷൻ CAG. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് PSC ഫൈനൽ ആൻസർക്ക് കൊടുത്തിട്ടുള്ളത് ബി ആണ്. ആൻസർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിനുശേഷം വരുന്ന ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് PSC ആൻസർ കൊടുത്തിട്ടുള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ദ ഓഡിറ്റർ ഓഫ് എ ഗവൺമെൻറ് കമ്പനി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി CAG ആണ്. അപ്പോൾ 44ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ബി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡ്യൂട്ടീസ് ഓഫ് എ കമ്പനി ഓഡിറ്റർ ആർ ഡിഫൈൻഡ് ബൈ ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, സെക്കൻഡ് ഓപ്ഷൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, തേർഡ് ഓപ്ഷൻ ദ കമ്പനീസ് ആക്ട് 1956, ഫോർത്ത് ഓപ്ഷൻ ദ എഗ്രിമെൻറ്റ് ഓഫ് കമ്പനി വിത്ത് ഓഡിറ്റർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കമ്പനി ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി ഡിഫൈൻ ചെയ്യുന്ന എവിടെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 45ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ദ കമ്പനീസ് ആക്ട് 1956 കമ്പനി ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 46ാമത്തെ ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ഓർഗനൈസിങ്, സെക്കൻഡ് ഓപ്ഷൻ സ്റ്റാഫിംഗ്, തേർഡ് ഓപ്ഷൻ ഡയറക്റ്റിംഗ്, ഫോർത്ത് ഓപ്ഷൻ കൺട്രോളിങ്. യെസ്, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ദ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ നമുക്ക് നോക്കാം. പോസ്റ്റ് കോർ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലാനിംഗ് ആണ്. സെക്കൻഡ് ഏതാണ്? ഓർഗനൈസിംഗ് ആണ്. അപ്പോൾ 46ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ഓർഗനൈസിംഗ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബുക്ക് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് വാസ് ഓതേഡ് ബൈ. ഫസ്റ്റ് ഓപ്ഷൻ PF ഡ്രക്കർ, സെക്കൻഡ് ഓപ്ഷൻ FW ടൈലർ, തേർഡ് ഓപ്ഷൻ ഒലിവർ ഷെൽഡൻ, ഫോർത്ത് ഓപ്ഷൻ ഡഗ്ലസ് MC ഗ്രിഗോർ. ഏതാണ് ആൻസർ? ദ ബുക്ക് ഓഫ് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് വാസ് ഓതേഡ് ബൈ. ആൻസർ എ ആണ്. PF ഡ്രക്കർ ആണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രാറ്റജിക് പ്ലാനിംഗ് മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ ഷോർട്ട് ടൈം പ്ലാനിംഗ്, സെക്കൻഡ് ഓപ്ഷൻ കോർപ്പറേറ്റ് പ്ലാനിംഗ്, തേർഡ് ഓപ്ഷൻ ഡിസിഷൻ മേക്കിംഗ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 48ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. കോർപ്പറേറ്റ് പ്ലാനിംഗ് ആണ്. സ്ട്രാറ്റജിക് പ്ലാനിംഗ് മീൻസ് കോർപ്പറേറ്റ് പ്ലാനിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 49ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇമാജിനറി? ഫസ്റ്റ് ഓപ്ഷൻ മിഷൻ, സെക്കൻഡ് ഓപ്ഷൻ വിഷൻ, തേർഡ് ഓപ്ഷൻ ഗോള്, ഫോർത്ത് ഓപ്ഷൻ ഒബ്ജക്റ്റീവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളത് ഇമാജിനറി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 49ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ബി ആണ് ആൻസർ. വിഷൻ ആണ് ഇമാജിനറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. KCRDB അസിസ്റ്റൻ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ഫസ്റ്റ് സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പോസ്റ്റ് കോർബ് വാസ് കോയിൻഡ് ബൈ. ഫസ്റ്റ് ഓപ്ഷൻ FW ടൈലർ, സെക്കൻഡ് ഓപ്ഷൻ പ്രഹ്ലാദ്, തേർഡ് ഓപ്ഷൻ മാസ്ലോ, ഫോർത്ത് ഓപ്ഷൻ ഗള്ളിക്. എന്താണ് പോസ്റ്റ് കോർബ്? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. അപ്പോൾ 50ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ് ആൻസർ. ഗള്ളിക്, ലൂതർ ഗള്ളിക് ആണ്. പോസ്റ്റ് കോർബ് വാസ് കോയിൻഡ് ബൈ. ഡി ആണ് ആൻസർ. ഗള്ളിക് ആണ്.
അപ്പോൾ KCRDB അസിസ്റ്റൻ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ വീഡിയോ ക്ലാസ്സുകൾ കാണുക. ഈ വീഡിയോ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.